ഫോട്ടോ എടുക്കുമ്പോഴല്ലേ പറ്റാതെ ഞങ്ങൾക്ക് പെൻ വെച്ച് ചെയ്യാം അല്ല. എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. എന്റെ ഇപ്പൊ ഓൾറെഡി നടക്കുന്നുണ്ട്. ഫോട്ടോ വെച്ച് ബസ് സ്റ്റാൻഡില്ലേ, അവിടെ ഒരു റെസ്റ്റോറന്റ്, ഓപ്പൺ എയർ റെസ്റ്റോറന്റ്, അവിടെ വെച്ചിട്ട് എന്റെ ഉദ്ഘാടനം നമ്മുടെ ഇബ്രാഹിം ജമ്മൽ ആയിരുന്നു. ഉദ്ഘാടനം ചെയ്ത് തന്നെ പുള്ളിയുടെ കാരിക്കേച്ചർ വെച്ചിട്ട് ലൈവായിട്ട് പുള്ളി അപ്പൊ തന്നെ മേടിച്ചിട്ട് ഫ്രെയിം ചെയ്ത് ഭംഗിയായിട്ട് വരച്ചിട്ടുള്ളത് കേട്ടോ. സാധാരണ ഫോട്ടോ നന്നായിട്ട് ഫോട്ടോഗ്രാഫർ നല്ല മിടുക്കാന്ന് പറയും. അതുപോലെ വൈഫിന്റെ പേരെന്താ? എന്റെ വൈഫിന്റെ പേര് ഫൗസിയ എന്നാണ്. 2 കുട്ടികളാ. മൂത്തയാള് സൽമാൻ, അവൻ അല്ലാമീൽ പഠിക്കുന്നു. ഇളയാള് ജാസ്മിൻ. എന്റെ പ്രോത്സാഹനം എന്നാൽ എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ ജ്യേഷ്ഠനും ഒരുപാട്. അതന്നെയാണ് ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം. തീർച്ചയായിട്ടും കുടുംബത്തില് നമുക്കൊരു സപ്പോർട്ടും ഒരു പ്രേരണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല കഴിവുകളും പുറത്തു വരുള്ളൂ അല്ലേ? അതായത് ഞാന് എന്റെ ജ്യേഷ്ഠൻ ശ്രീ അസംബോയ പുള്ളി വിദ്യാഭ്യാസ വകുപ്പിൽ സൂപ്രണ്ടായിരുന്നു. പുള്ളി എന്നെ നന്നായി പഠിപ്പിച്ച നല്ലൊരു ഇതാക്കണം. പുള്ളി ഞങ്ങളുടെ വഴികാട്ടി. പക്ഷെ എന്റെ ടാലന്റ് ഇതിലെന്നു കണ്ടിട്ട് പുള്ളി അതിലേക്ക് എന്നെ തിരിച്ചു വിട്ടു. ഞാൻ RLV ഫൈൻ ആർട്സിൽ ഞാൻ പഠിച്ചു, അതിലേക്ക് തിരിച്ചു. അങ്ങനെ എന്റെ ഫാദറും ജ്യേഷ്ഠനും മരണപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ എന്ത് ചിത്രം വരച്ചാലും ആദ്യം ഞാൻ കൊണ്ടേ കാണിക്കുന്നത് എന്റെ ഫാദറിന്റെ അടുത്ത്. അത് കണ്ടിട്ട് ഒരു നല്ല അഭിപ്രായം പറയില്ല. അത് കേൾക്കുമ്പോ നമുക്ക് എത്രയോ അവാർഡുകളെക്കാളും വലുതാണ്. ഇപ്പൊ ഞാൻ എന്റെ മദറിനെയാണ് കാണിക്കുന്നത്. ഫാദറും അത് കഴിച്ചിട്ടല്ലോ നമുക്ക് എന്തോ. ഗംഭീരല്ലേ? നല്ല സുന്ദരനും സുന്ദരിയുമാക്കി ഞങ്ങളെ വരച്ചതിന് ആദ്യം നന്ദി പറയട്ടെ. ഇങ്ങനെയൊക്കെ നമുക്ക് മുഖങ്ങൾക്ക് പ്രത്യേകതകൾ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടിയാണ് ശരിക്കും. കണ്ണാടി നോക്കുന്നതല്ല, നമ്മുടെ പറ്റിയ മുഖത്തിന്റെ അഭിപ്രായം നമ്മൾ കാണുന്നതിനേക്കാളും 2-3 മടങ്ങ് മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും. മാത്രമല്ല അതിന്റെ പ്ലസ് മൈനസ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കാണ് കുറച്ചുകൂടെ കാണുന്നത്. എല്ലാം ഗംഭീരമായിട്ട് വരച്ചിട്ടുണ്ട്. സന്തോഷം. ഇത്ര സുന്ദരിയാന്ന് മനസ്സിലായത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറയേണ്ടത് വാട്ടർ കളറിനോട് ഭയങ്കര താല്പര്യമുണ്ടല്ലോ. എന്താ കാര്യം? വാട്ടർ കളറിന് താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോ അന്ന് നമ്മളുടെ കയ്യിൽ പെൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ജ്യേഷ്ഠൻ, എന്റെ നാട് ശരിക്ക് ഉമ്മന്റെ നാട് ഒറ്റപ്പാലമാണ്, ഫാദറിന്റെ നാട് തിരൂരാണ്. ഫാദറിന് ഇവിടെ DLB കൊച്ചിൻ ജോലി. അങ്ങനെയാണ് കൊച്ചി. ഞാൻ ജനിച്ചത് കൊച്ചിയിലാണ്, പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് കാക്കനാട്. പക്ഷെ കൊച്ചിയിലെ ജനിച്ചതെങ്കിലും താമസിക്കുന്ന കൂടെ ആണെങ്കിലും കൊച്ചിയോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബന്ധം, സ്നേഹവും. കൊച്ചിക്കാരെന്ന് പറയാൻ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ ഞാനിങ്ങനെ വാട്ടർ കളറിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇപ്പൊക്കെ കാണുന്ന ഒരു വാട്ടർ കളർ കേക്ക് ബോക്സിൽ വേറൊരാള് യൂസ് ചെയ്ത് കളഞ്ഞിരുന്നത്. എന്റെ കസിൻ ഷൊർണൂറുണ്ടായിരുന്നു. അവിടുന്ന് എന്റെ ജ്യേഷ്ഠൻ തിരിച്ചു വന്നപ്പോ അവിടെ കസിന്റെ കുട്ടി കളഞ്ഞൊരു ബോക്സ്, കളർ ബോക്സ് വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. കളർ എന്താണെന്ന് കാണുന്നപ്പോഴാണ് ഓർക്കണം. ആ ഒരു തീർന്ന ഇത് വെച്ചാൽ എനിക്ക് ഭയങ്കര എന്റെ കുഞ്ഞു മനസ്സിലാന്ന് ഇത്ര 4 അങ്ങോട്ട് ഓടിക്കുന്നു. ഭയങ്കര അങ്ങനെ അന്നാണ് വർണ്ണത്തിന്റെ വിസ്മയ ലോകത്തേക്ക് എനിക്ക് കടക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. നമ്മുടെ നാടിന്റെ ചില പ്രത്യേകതകളുണ്ട്. ഈ വയലുകളും അതെല്ലാം ആക്ച്വലി ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ നമ്മുടെ ഗ്രീനറീസ് ഒക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ വാട്ടർ കളേഴ്സ് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ സുന്ദരമായ പ്രകൃതി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയൊരു 10-20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയത്തെ തലമുറക്ക് ഈ നാട്ടുമ്പുറങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വാട്ടർ കളേഴ്സിൽ കൂടുതലും ഉൾക്കൊള്ളിക്കുന്ന നമ്മുടെ നാടിന്റെ കേരളത്തിന്റേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ടല്ലോ. അപ്പൊ അത് ഞാൻ ചിത്രീകരിക്കാൻ നോക്കും. അതിനുള്ള എക്സിബിഷൻ നടന്നത് അതാണ് ഗ്രീനറീസ് ഓഫ് മൈ ഹോംലാൻഡ്. ഇനി ഒരിക്കലും 10-20 വർഷം കഴിഞ്ഞാൽ ആ സംഭവം ഇപ്പൊ കാണുന്ന സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം എന്റെ വീട് കാക്കനാടാണ്. അവിടെ ഉണ്ടായിരുന്ന പച്ചപ്പ് കൂടി കോൺക്രീറ്റ് വനങ്ങൾ കൈയടക്കി. CN കരുണാകരൻ മാഷാണ് ഏറ്റവും, അതായത് ലളിത അക്കാദമിയുടെ ചെയർമാൻ തന്നെ എനിക്ക് ഉദ്ഘാടനത്തിന് കിട്ടി. അദ്ദേഹം എന്റെ പെയിന്റിങ്സ്
കണ്ടിട്ട് പറഞ്ഞത്, ഞാനിപ്പോ പെയിന്റിങ്സ് വാട്ടർ കളേഴ്സും അക്രിലിക്കും ഓയിലും കാർബണും എല്ലാം കണ്ട ശേഷം പുള്ളി പറഞ്ഞത് സലീം വാട്ടർ കളറിൽ ശ്രദ്ധിക്കുന്നതായിട്ടാണ്. അതിൽ സലീമിന് ഒരുപാട് ചെയ്യാണ്ട്. വാട്ടർ കളർ സലീമിന് മറ്റേ ചെയ്തുകൊള്ളണമെന്ന് ചെയ്യാൻ പാടില്ല എന്നല്ല കാര്യം. അക്രലിക് എന്നൊരു സംഭവം ഇറങ്ങി ആർക്കും ആർട്ടിസ്റ്റ് ആകുന്നൊരു സംഭവമാണ്. അപ്പൊ സലീം വാട്ടർ കളറിലേക്ക് ആരും അങ്ങനെ വരുന്നില്ല. സലീമിന്റെ ടാലന്റ് വാട്ടർ കളറാണ്. വാട്ടർ കളർ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നാണ് അവിടെ സീൻ മാഷ് പറഞ്ഞത്. ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലേക്ക് തിരിഞ്ഞത് ഞാനൊരു 2000 ആയപ്പോ ഈ കമ്പ്യൂട്ടർ യുഗം വന്നല്ലോ. അപ്പൊ ഒരു ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ഭയങ്കര സംഭവമുള്ള ഫീൽഡാണ്. ട്രൈ ചെയ്ത് അങ്ങനെ ഞാൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലേക്ക് കടന്നു. ഗ്രാഫിക്സിലൊക്കെ തൽക്കാലം ഞാൻ ഇതൊക്കെ വിട്ടു. അങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് എല്ലാം അഡോബ് ഫോട്ടോഷോപ്പ്, ഇൻസ്ട്രേറ്റർ അങ്ങനെ സോഫ്റ്റ്വെയർ എല്ലാം ഏകദേശം തരാം. ഗ്രാഫിക് വർക്കെല്ലാം തറാക്കി. അപ്പോഴാണ് എനിക്ക് 2004 ഒരു സംസ്ഥാനതല ഒരു പുരസ്കാരം കിട്ടണം അവിടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മറ്റേ പെയിന്റിങ്ങിന്റെ. അതൊരു വിഷയം ഇതായിരുന്നു, ഉത്സവ കാഴ്ചകൾ. നമുക്ക് ഏറ്റവും ഫലിപ്പിക്കാവുന്ന ഒരു സംഭവം, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന കേരളത്തിന്റെ തനതായ കലകൾ. ഞാൻ നന്നായിട്ട് രീതിയിൽ വരച്ച് അത് അയച്ചു. അതിന്റെ അവാർഡ് കിട്ടി. ഞാൻ ഭയങ്കര വണ്ടറായി പോയി. അങ്ങനെ അവിടെ നിന്ന് 2004 മുതൽ 2007 വരെ ഒരു 5ഓളം സംസ്ഥാനതല പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു സൗത്ത് ഇന്ത്യ തലത്തിൽ ദക്ഷിണേന്ത്യ തലത്തിൽ ഒരു അവാർഡ് ക്യാമലിന്റെ. അത് ഓൾ ഇന്ത്യ ആർട്ട് ടീച്ചേഴ്സ് ആർട്ട് എക്സിബിഷനിൽ വാട്ടർ കളർ കാറ്റഗറിയിൽ എനിക്ക് കിട്ടി. 2006 അത് സുനാമിയാണ് ഞാൻ വരച്ചത്. അന്ന് സുനാമി ഒന്ന് കുറച്ച് ആയ ഒരു സമയം, അതിന്റെ ഒരു എഫക്റ്റുകൾ നമുക്ക്. അപ്പൊ അത് കേരളത്തിന് ആർട്ട് ടീച്ചേഴ്സ് എന്ന കാറ്റഗറിയിലെ ഫസ്റ്റ് ടൈം അവാർഡായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേറ്റ്. കാര്യം അപ്പൊ എല്ലാരും പറഞ്ഞു ഗ്രാഫിക്സിലൊക്കെ മാറിയെങ്കിൽ കൂടിയും സലീമിന് ടാലന്റ് കിടക്കുന്ന ഇതിനകത്താണ്. അപ്പൊ ഞാനും കരുതി കാര്യം ഞാൻ ഗ്രാഫിക്സ് വർക്കിലൊക്കെ നീങ്ങിയപ്പോ ഒരുപാട് ഇപ്പൊ ഡിസൈനിങ് ഏജൻസിക്കൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ മറ്റുള്ളവർക്കാണ് ചെയ്യുന്നത് എനിക്ക് തോന്നി, എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇപ്പൊ ഓരോരുത്തർ പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ വീണ്ടും ആർട്ടിസ്റ്റ് എന്ന തലത്തിലേക്ക് കൺവേർട്ട് ആകാനുള്ള കാരണം അതാണ്. ഈ അവാർഡുകൾ എന്നെ സ്വാധീനിച്ചു. കാര്യം ഇതിലെനിക്ക് ടാലന്റ് ഉള്ളതുകൊണ്ട് ആണ് ഇത് കിട്ടുന്നത് എനിക്ക് ഒരുപാട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഞാൻ വീണ്ടും ആർട്ടിസ്റ്റ് എന്ന ആ ഒരു തലത്തിലേക്ക് വാട്ടർ കളറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉൾപ്പെടെയുള്ള മേഖല കുറച്ചുകൂടി ഒരു വിപണി സാധ്യതയുള്ളതും ഒരുപാട് വിപണി സാധ്യത. ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കുറച്ചൊക്കെ. ഒരുപാട് ഇപ്പൊ എറണാകുളത്ത് ഒരുവിധപ്പെട്ട ഗ്രാഫിക് ഏജൻസീസ് ആയിട്ട് ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യാറുണ്ട്. ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ പെയിന്റിംഗ് വരയ്ക്കുന്നവരെയോ അല്ലെങ്കിൽ അവർക്ക് വിൽക്കാനോ ഒരു വലിയ വേദികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പല ചിത്രകാരന്മാരും നമ്മുടെ മണ്ണ് വിട്ടു പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മാറ്റമുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കലയെ സ്നേഹിക്കുന്ന ഒരു ഇഷ്ടമില്ല. കാര്യം പണ്ട് നമ്മുടെ ഒരു പെയിന്റിംഗ് വിറ്റ് പോകുന്ന ഒരു വിദേശി അല്ലെങ്കിൽ മറ്റൊരു കാശുകാരൻ മാത്രമേ. ഇപ്പൊ നോർമൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അവർ പോലും വീട്ടിലൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പെയിന്റിംഗ് വെക്കണം എന്നുള്ളൊരു ഇതിലേക്ക് തലത്തിലേക്ക് വന്നിട്ടുണ്ട്. കലയ്ക്ക് ഇപ്പൊ ഒരുപാട് സാധ്യതയുണ്ട്. ഇന്റർനെറ്റിലൂടെ ഇപ്പൊ ഓൺലൈൻ ആർട്ട് ഗാലറീസ് ഒക്കെ ഒരുപാടുണ്ട്. അതിലൂടെ ആൾക്കാർ ആ മേഖല ഇപ്പൊ ഞാനൊക്കെ ഡെയിലി വീട്ടിൽ നിന്ന് എല്ലാ ഗാലറിയും സന്ദർശിക്കാന്നൊരു അവസ്ഥയിലേക്ക് എത്തിയല്ലോ. നമുക്ക് ഗാലറി പോകണമെന്നില്ല, വീട്ടിൽ നിന്ന്. അപ്പൊ നമുക്ക് ഈ ഗാലറികൾ സന്ദർശിക്കുന്നതോറും ഓരോ ആർട്ടിസ്റ്റിലെ വർക്ക് കാണുന്നതോറും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും എന്നുള്ളൊരു ആ ഒരു ഇതാണ്. അപ്പൊ അത് ഇന്നത്തെ ഈ അവസ്ഥ ഇപ്പൊ കാലികമായിട്ടുള്ള നമ്മുടെ ഈ ഡെവലപ്മെന്റില് അത് കലയെ ഒരുപാട് മുന്നോട്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണം. ഇന്ന് ഒരുപാട് ചാൻസ് ഉണ്ട് ആർട്ടിന്. ഓരോ സുപ്രഭാതങ്ങളിലും ഇത്തരം ഒരുപാട് അപൂർവമായ കഴിവുകളുള്ള ഓരോ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാറുള്ളത്. ഇന്നിപ്പോ തീർച്ചയായിട്ടും NS അബ്ദുൽ സലീം എന്ന ഈ ചിത്രകല, സംഗീത, മിമിക്രി, ഒരുപാട് കലകളുള്ള ഈ വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് കഴിവുകളുള്ള ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് പേർ നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല ഇത്തരം കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും കുറെ പേർ പിന്നിൽ ഉണ്ടായതാണ് NS അബ്ദുൽ സലീമിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ. തീർച്ചയായിട്ടും ഈ 2009 മുതൽ ഇനിയുള്ള വർഷങ്ങളൊക്കെ അബ്ദുൽ സലീമിന്റെ ആവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇവിടെ വന്നെത്തിയതിന് നന്ദി, നമസ്കാരം.